കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്ത് വന്നത്. റഷ്യ അടുത്ത വർഷം നാറ്റോ സഖ്യരാജ്യങ്ങളെ ആക്രമിക്കുമെന്നും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് യാതൊരു പദ്ധതിയുമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി കഴിഞ്ഞ ദിവസം ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. 1.5 മണിക്കൂറാണ് ഇരുവരും സംസാരിച്ചത്. പക്ഷേ ട്രംപിന്റെ നീക്കങ്ങൾ അവിടെ നടക്കുന്നതിനൊപ്പം തന്നെ റഷ്യയുടെ ആക്രമണം ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മറ്റൊന്നുമല്ല, ചെർണോബിൽ ആണവ നിലയത്തിൽ ഡ്രോൺ ഇടിച്ചു കയറ്റിയതായി റിപ്പോർട്ടുകൾ. ചെർണോബിലെ ആണവ നിലയത്തിൽ നിന്നുള്ള വികിരണം തടയാൻ നിർമ്മിച്ചിട്ടുള്ള സംരക്ഷണ കവചത്തിലാണ് ഡ്രോൺ ഇടിച്ചു കയറ്റിയിരിക്കുന്നത്. 1986 ആണവ ദുരന്തം നടന്ന 4ാം റിയാക്ടറിന്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന ന്യൂ സേഫ് കൺഫൈൻമെന്റിന് അതായത് NSCക്ക് നേരെയാണ് ഡ്രോൺ ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നിൽ റഷ്യയാണെന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത്. വളരെ ഉയർന്ന സ്ഫോടക ശേഷിയുള്ള ഡ്രോണാണ് ഇടിച്ചതെന്നും ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത് എത്ര ഭീകരമായ ദുരന്തത്തിന് കാരണമാകുന്ന പ്രവൃത്തിയാണെന്നും സെലൻസ്കി തുറന്നടിച്ചു. ഈ ഡ്രോൺ ആക്രമണം തീവ്രവാദമാണെന്നും സെലൻസ്കി അപലപിച്ചു. യുക്രൈനിലെ ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഈ സംഭവം ആശങ്ക ഉയർത്തുന്നു. ഡ്രോൺ ഇടിച്ചതിന് പിന്നാലെ തീപിടുത്തമുണ്ടായെങ്കിലും ഉടൻ അണയ്ക്കാൻ കഴിഞ്ഞതിനാൽ ദുരന്തമൊഴിവായി. അഗ്നിശമന സേനാംഗങ്ങൾ ദ്രുതഗതിയിൽ സ്ഥലത്തെത്തി തീയണച്ചു. ആണവ വികിരണം തടയാൻ നിർമ്മിച്ച സംരക്ഷണ കവചത്തിന് സാരമായ കേടുപാടുകൾ ഉണ്ടായി. എന്നാൽ വികിരണം പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇക്കാര്യത്തിൽ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അതീവ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി വ്യക്തമാക്കി. ലോകത്തെ എന്നും ഭീതിപ്പെടുത്തുന്ന ആണവ മേഖലകളിൽ ഒന്നാണ് ചെർണോബിൽ. ഇന്ന് യുദ്ധമുഖരിതമായ യുക്രൈനിൽ സ്ഥിതി ചെയ്യുന്ന ചെർണോബിൽ ആണവ പ്ലാന്റിൽ 1986 ഏപ്രിൽ 26 പൊട്ടിത്തെറിയിൽ വീടും നാടും വിട്ടകലേണ്ടി വന്നത് 10,000-ക്കാണ്. എത്ര പേർക്കന്ന് ജീവൻ നഷ്ടപ്പെട്ടു എന്നതിന് കൃത്യമായ കണക്ക് പോലുമില്ല. ശേഷം നിരവധി പേരുടെ രാവും പകലുമില്ലാത്ത അധ്വാനമാണ് ചെർണോബിലിനെ സുരക്ഷിതമാക്കി വന്നത്.